ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഞാൻ ഈയിടെ ഒരു സുഹൃത്തുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കേട്ടൊരു കാര്യമാണ് ശരിക്കും കൗതുകവും പിന്നെ കുറച്ച് ആശങ്കയും തോന്നി. ഓഹോ, എന്താണത്? ഇത് ഡൽഹിയിലുള്ള രാധിക ശർമ്മ എന്നൊരു ടെക് പ്രൊഫഷണലിന്റെ അനുഭവമാണ്. നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. കാരണം നമ്മൾ ഈ AI കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. ആ, AI. അതെ, തൊഴിൽ രംഗത്തും അതിന്റെ സ്വാധീനം വലുതാണല്ലോ ഇപ്പോൾ. അതെ, രാധികയുടെ ഈ അനുഭവം ശരിക്കും പറഞ്ഞാൽ തൊഴിൽ അഭിമുഖങ്ങളുടെ ലോകം എത്ര മാറുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. എന്തുപറ്റി? അവർക്ക് സാധാരണ പോലത്തെ ഒരു ഇന്റർവ്യൂ ആയിരുന്നില്ലേ? അല്ല, അതാണ് കാര്യം. അവർക്ക് അഭിമുഖം നടത്തിയത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു, ഒരു AI. ആണോ? AI ഇന്റർവ്യൂ അതിപ്പോ സാധാരണമായി വരുന്നുണ്ട്. രാധികയുടെ അനുഭവം എങ്ങനെയായിരുന്നു? അവരൊരു പ്രോഡക്റ്റ് മാനേജ്മെന്റ് റോളിന് അപേക്ഷിച്ചു, ഒരു SaaS കമ്പനിയിൽ. അപ്പോഴാണ് ഈ AI പവേർഡ് സ്ക്രീനിംഗ് അഭിമുഖത്തിന് ക്ഷണം കിട്ടിയത്. അവർ പറഞ്ഞത് ഇത് ഒരേ സമയം കൗതുകകരവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായിരുന്നു എന്നാണ്. അത് ശരിയാണ്. ആദ്യമായിട്ടാണെങ്കിൽ പ്രത്യേകിച്ചും. എന്തൊക്കെയായിരുന്നു ആ അസ്വസ്ഥതകൾ? അഭിമുഖത്തിനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ചില നിർദ്ദേശങ്ങൾ വന്നു. നിശബ്ദമായ ഒരിടത്തിരിക്കണം, വേറെ ടാബുകളൊന്നും തുറക്കരുത് എന്നൊക്കെ. അതായത് മോണിറ്റർ ചെയ്യുന്നുണ്ടാവുമല്ലേ, സ്ക്രീൻ ഷെയറിംഗ് വഴി? അതെ, സ്ക്രീൻ ഷെയറിംഗ് വഴി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഏകദേശം 20 മിനിറ്റിൽ നിന്ന് താഴോട്ട് എണ്ണുന്നൊരു ടൈമറും സ്ക്രീനിലുണ്ടായിരുന്നു. ഓ, ആ ടൈമർ കാണുമ്പോൾ ഒരു പ്രഷർ കൂടുമല്ലോ. ശരിക്കും അത് ശ്രദ്ധ മാറ്റുന്നുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു. എന്നിട്ട് ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു റോബോട്ട് സംസാരിക്കുന്ന പോലെയോ? അല്ല, അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. വളരെ കൃത്യമായിട്ട് പ്രൊഡക്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. സാധാരണ ഇന്റർവ്യൂ ചോദ്യങ്ങൾ പോലെ തന്നെ. അതെ, പക്ഷേ ഇത് കഴിഞ്ഞ് സംഭവിച്ചതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്. എന്താണത്? അഭിമുഖം കഴിഞ്ഞ ഉടനെ തന്നെ രാധികയ്ക്ക് വിശദമായ ഒരു പ്രകടന വിലയിരുത്തൽ കിട്ടി, ഒരു ഫീഡ്ബാക്ക് റിപ്പോർട്ട്. ഓ, ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്. അത് കൊള്ളാമല്ലോ. സാധാരണ മനുഷ്യർ നടത്തുന്ന ഇന്റർവ്യൂകളിൽ ഇത് കിട്ടാൻ പാടാണ്. അതെ, ചോദിച്ചാൽ പോലും HR വഴി തരാം എന്നൊക്കെ പറയും. പക്ഷെ പലപ്പോഴും കിട്ടാറില്ല എന്നൊരു നിരാശയും അവരെ പങ്കുവച്ചു. ശരിയാണ്. അപ്പോൾ ഈ AI ഫീഡ്ബാക്കിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണോ? അല്ല, അതാണ് രസം. അവരുടെ സാങ്കേതിക പരിജ്ഞാനം മാത്രമല്ല AI വിലയിരുത്തിയത്. പിന്നെന്തൊക്കെ നോക്കി? അവരുടെ സംസാരം, ഇടപഴകൽ, കണ്ണുകളിലെ നോട്ടം, മുഖഭാവങ്ങൾ, നിൽപ്പ്, ശരീരഭാഷ, എന്തിന് വസ്ത്രധാരണം വരെ AI പരിഗണിച്ചു. വസ്ത്രധാരണമോ? AI അതും നോക്കുമോ? അതെ, അവരുടെ ടെക്നിക്കൽ കഴിവുകൾക്ക് നല്ല സ്കോർ കിട്ടി. പക്ഷേ റിപ്പോർട്ടില് പ്രൊഫഷണലായി വസ്ത്രം ധരിച്ചിട്ടില്ല എന്നും കണ്ണിലെ നോട്ടം ഇടയ്ക്കിടെ മാത്രമായിരുന്നു എന്നും സൂചിപ്പിച്ചു. എന്നിട്ട് അത് ശരിയായിരുന്നോ? രാധിക എന്തു പറഞ്ഞു? രണ്ടും ശരിയായിരുന്നു എന്ന് രാധിക സമ്മതിക്കുന്നുണ്ട്. AI ഇതൊക്കെ ശ്രദ്ധിക്കുമെന്ന് അവർ ഓർത്തില്ല. അതുകൊണ്ടൊരു സാധാരണ ടീഷർട്ടാണ് ഇട്ടത്, ഒരു കോളറുള്ള ഷർട്ട് ഇടാൻ ഓർത്തില്ലെന്ന്. കണ്ടോ, AIയുടെ അളവുകോലുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. അതെ, പക്ഷെ ഇവിടെ രാധിക പറഞ്ഞൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംസാരം ഒരു ഭാഗത്തു നിന്ന് മാത്രമായിരുന്നു എന്നതാണ്. അതായത് AI ചോദ്യം ചോദിക്കുന്നു, ഇവർ ഉത്തരം പറയുന്നു, അത്രയുള്ളൂ. അതെ, സംശയങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഒരു മറുപടിക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്തണമെങ്കിൽ അതിനൊന്നിനും അവസരം കിട്ടിയില്ല. അത് ശരിയാണ്. ഒരു സംഭാഷണത്തിന്റെ ഒഴുക്ക് അവിടെ നഷ്ടപ്പെടും. ഉദാഹരണത്തിന്, ഈ സ്റ്റേക്ക് ഹോൾഡർമാർക്കിടയിലെ വ്യത്യസ്ത താൽപര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊരു ചോദ്യം വന്നു. സാധാരണ പ്രോഡക്റ്റ് മാനേജ്മെന്റ് ഇന്റർവ്യൂ ചോദ്യം. അതെ, അപ്പോൾ അതിനുത്തരം പറഞ്ഞപ്പോ അവരുടെ പഴയൊരു അനുഭവം കൂടി വിശദീകരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഉത്തരം കുറച്ചുകൂടി നന്നായേനെന്ന് അവർക്ക് തോന്നി. AIയോട് അത് പറയാൻ പറ്റില്ലല്ലോ. ശരിയാണ്. ആ ഒരു മനുഷ്യ സഹജമായ വിശദീകരണത്തിനുള്ള അവസരം അവിടെ ഇല്ല. എന്നാൽ മറുവശത്ത് ഈ പെട്ടെന്ന് കിട്ടിയ വിശദമായ ഫീഡ്ബാക്ക് അവർക്ക് വലിയൊരു കാര്യമായി. തീർച്ചയായും. പ്രത്യേകിച്ചും മറ്റു ജോലികൾ നോക്കുമ്പോൾ ഇത് ഉപകാരപ്പെടുമല്ലോ. അതെ, ആ കമ്പനിയിൽ ജോലിക്ക് കയറിയില്ലെങ്കിലും ഈ AI ഫീഡ്ബാക്ക് റിപ്പോർട്ട് ഇപ്പോഴത്തെ തൊഴിലന്വേഷണത്തിൽ അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നു. സ്വന്തം ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കാൻ പറ്റി. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഒരു തരത്തിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. അതെ. അപ്പൊ ശരിക്കും ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? ഈ AI അഭിമുഖങ്ങൾ സാധാരണമാകുമ്പോൾ നമ്മളൊക്കെ എങ്ങനെയാണ് ഇതിന് തയ്യാറെടുക്കേണ്ടത്? നല്ല ചോദ്യമാണ്. ടെക്നിക്കൽ സ്കിൽസ് മാത്രം പോരാ എന്ന് വ്യക്തമാണല്ലോ. അതെ, AI അളക്കാൻ സാധ്യതയുള്ള
ആ സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ നോട്ടം, ഭാവം, വസ്ത്രധാരണം, ഇതിലൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായും. ഒരുപക്ഷേ തൊഴിലിടങ്ങളിൽ ഭാവിയിൽ പ്രാധാന്യം ലഭിക്കാൻ പോകുന്ന കഴിവുകൾ ഏതൊക്കെയെന്നതിലും ഈ AI ഒരു മാറ്റം കൊണ്ടുവരുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. ശരിയാണ്. AI-യുടെ അളവുകോലുകൾക്കനുസരിച്ച് നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുക്കുമ്പോൾ. അതെ, അങ്ങനെ നമ്മൾ AI-ക്കു വേണ്ടി സ്വയം ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ഈ മനുഷ്യസഹജമായ ചില കാര്യങ്ങളില്ലേ, ആശയവിനിമയത്തിലെ ആ സൂക്ഷ്മത, ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ പിന്നോട്ടു പോകുമോ എന്നൊരു പേടി എനിക്കുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ആശങ്കയാണ്. കാരണം എല്ലാം AI അളക്കുന്നത് പോലെ ആകണമെന്നില്ലല്ലോ. തീർച്ചയായും അളക്കാൻ പറ്റാത്ത പദകഴിവുകളും പ്രധാനമാണ്. അപ്പോ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടെ ശ്രോതാക്കൾക്കും പലതും പറയാനുണ്ടാവുമെന്ന് തോന്നുന്നു. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ രാധികയുടെ അനുഭവം പോലെ വ്യത്യസ്തമായതോ ആയ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദയവായി ഞങ്ങൾക്ക് എഴുതുക. theopenmicpodcast@gmail.com എന്നതാണ് വിലാസം. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.